ആഹാ. അല്ല, അപ്പം മൊത്തം ശമ്പളത്തിന്റെ 82% DA, പിന്നെ HRI ആണോ? ആഹാ. അപ്പം നമ്മൾ ഈ കോർപ്പറേഷൻ പരിധിയിൽ ആയതുകൊണ്ട് അത് നടക്കൂല, അത് ശരിയാവൂല അല്ലേ? ആഹാ. അല്ല, അപ്പോൾ ഈ കേന്ദ്ര ശമ്പള പരിഷ്കാരം വന്നാലോ? അത്രയ്ക്ക് ഉണ്ടാവുമോ? ആ, അത് ശരി. അപ്പം കേന്ദ്ര പാരിറ്റി അത് നോക്കണ്ടല്ലേ? ആ, ആയിക്കോട്ടെ. ഞാനത് അറിയാൻ വേണ്ടി വിളിച്ചാ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാന്നാലേ. ആ, അവിടെ ഓഫീസിൽ നല്ല തിരക്കാ. വെച്ചോളി എന്നാൽ. സുമേഷേ, ഓ ഇവിടെ വരി. സമയത്രേ വാച്ചിൽ? സമയം 3:30. എൻ്റെ ചിട്ടകളൊക്കെ മറന്നു നിങ്ങൾ? 3:30 മണിക്കിൻ്റെ മേശപ്പുറത്ത് ചായ എത്തണ്ടല്ലേ? എന്നിട്ടേടെ ഞാനത് മറന്നുപോയി. ആ, എന്നാ ചെല്ലി. ആ, പിന്നെ മധുരമുള്ളത് വേണ്ട. അതെന്താ? ഞാൻ ഇന്നലെ ഷുഗർ ടെസ്റ്റ് ചെയ്യപ്പോൾ ഷുഗർ ഉണ്ട്. അയ്യോ, 140. അപ്പം മധുരം കുത്തി കലക്കിയത് വേണ്ട. എനിക്ക് ഷുഗർ ഇല്ലേ? നിങ്ങൾ കഴിച്ചോളി. മധുരം കുത്തി കലക്കി. നിങ്ങൾ ചെറുപ്പക്കാരനാണല്ലോ. പിന്നെ പലഹാരത്തിൽ എണ്ണ പലഹാരങ്ങളൊന്നും വേണ്ട. കൊളസ്ട്രോളും കിട്ടിയിരിക്കണം. അപ്പോൾ എണ്ണ പലഹാരം അല്ലാത്ത എന്തെങ്കിലും സാധനം മേടിച്ചോണ്ട്. നേന്ത്രപ്പഴം മതി, പുഴുങ്ങിയത്. ആ, ഞാൻ ചെല്ലി. അതെ, എന്താണെന്നറിയോ? പറഞ്ഞു കൊടുക്കടാ. SLC ബുക്ക് നഷ്ടപ്പെട്ടെ, അപ്പൊ ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷിക്കാൻ വന്നതാ. തരക്കുന്നൊരു തന്നാലുണ്ട്. എന്തിനാടാ ഡ്യൂപ്ലിക്കേറ്റ്? സ്കൂളിൽ നമ്മൾ പറഞ്ഞില്ലേ ഈ ഡ്യൂപ്ലിക്കേറ്റ്? ഡ്യൂപ്ലിക്കേറ്റ് വേണ്ട സാറേ, ഒറിജിനൽ മതി. നീ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഇവനെ ചേർക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവർ ഒറിജിനൽ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഒറിജിനൽ നടക്കണ്ടേ? അപേക്ഷ നമ്പർ കൊടുക്ക്. അപേക്ഷ നമ്പറില്ലേ? ഇല്ലെങ്കിൽ അത് അയച്ച തീയതി ഓർമ്മ ഉണ്ട്. അതുകൊണ്ടാ അയച്ച തീയതി പറഞ്ഞു കൊടുക്കണ ചക്ക. നമ്മൾ അപേക്ഷിച്ചില്ലല്ലോ, അതിനല്ല ഇപ്പൊ വന്നേ. ആ, അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിച്ചിട്ടില്ല. എന്നിട്ട് അച്ഛനും മോനും കൂടെ നാടകം കളിക്കുന്നത്? അല്ല, അത് എങ്ങനെയാന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ആ, അപ്പൊ അത് അറിഞ്ഞിട്ട് വേണം ഇവനെ മറ്റേ ഈ വെൽഡിങ്ങിന് കൊണ്ടുപോയി ചേർക്കാനേ. ആ, ഇവിടെ ഒരു അപേക്ഷ ഉണ്ട്. ആ അപേക്ഷ പൂരിപ്പിച്ച് കൊടുത്താൽ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. ഈ ഡ്യൂപ്ലിക്കേറ്റ് വേണ്ടെന്ന്, ഒറിജിനൽ മതി. ആയിക്കോട്ടെ, നിങ്ങൾ അപേക്ഷ പൂരിപ്പിച്ച് കൊടുക്കുക ആദ്യോ. ആ, അപ്പൊ അപേക്ഷ പൂരിപ്പിച്ച് കൊടുത്താൽ കിട്ടുമോ? ആ, കിട്ടൂ. ഇത്ര പണിയുള്ളൂ. ആ, എന്നാ സാറേ, ഇവന്റെ സ്കൂളിൽ പോയി ആദ്യം ആ ഹെഡ്മാഷ് പറയാണ് പിന്നെ പത്രത്തിലെ പരസ്യം കൊടുക്കണം, പിന്നെ വക്കീലിനെ കാണണം. വക്കീലിനെ ചെന്ന് കണ്ടപ്പോൾ അയാൾ പറയണം മജിസ്ട്രേറ്റിനെ കാണണം. എന്താണ് കഥ? നിങ്ങളെ അപേക്ഷാ ഫോം വാങ്ങിയിട്ടേ അതൊന്ന് ശരിയായിട്ട് വായിച്ചു നോക്കുക. അതിൻ്റെ അകത്തുണ്ട് മുഴുവൻ കാര്യങ്ങളും. എന്ത് ഈ ഇപ്പൊ മറ്റേ പത്രത്തിൽ പരസ്യം? ആ, അതൊക്കെ അതിൻ്റെ അകത്തുണ്ട്. എന്നിട്ട് പോയിട്ട് ചെലാൻ എടുക്കണം. ചെലാൻ എടുത്തിട്ട് 020201102. അപ്പോ ഈ നമ്പറിൽ വിളിച്ചാല് സർട്ടിഫിക്കറ്റ് കിട്ടും. ആ നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് ആരെയും കിട്ടൂല. ആ നമ്പറിലാണ് ചെലാൻ അടയ്ക്കേണ്ടത്. എടാ, ഈ അല്ല സാറ് പറഞ്ഞ നടക്കും വല്ലതും മനസ്സിലായിടാ? ഓനൊന്നും മനസ്സിലായില്ല. ഓൻ്റെ മോന്തായം കണ്ടറിയാ. മോനെ, ഈ നമ്പറിലേക്ക് ചെലാൻ അടയ്ക്കണമെന്നാണ് മാമൻ പറഞ്ഞേ. പുടിയിട്ടിയോ? അച്ഛാ, ഞാൻ ഒരു കാര്യം പറഞ്ഞ അച്ഛൻ വഴക്കു അറിയോ? വഴക്ക് പറഞ്ഞ നേരെ കൂടാ. വഴക്ക് പറഞ്ഞാൽ നേരെ പോകും. അച്ഛൻ്റെ കാലത്തൊക്കെ ഉള്ള SLC ബുക്കിന് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ടായിരുന്നു. ഈ കണ്ട പണിയൊക്കെ എടുത്തിട്ട് ഈ SLC ബുക്ക് കൊണ്ട് ഞാൻ എന്തായാലും നന്നാവാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് നാളെ ഏതെങ്കിലും വർക്ക്ഷോപ്പ് പോയിട്ട് ഞാൻ വെൽഡിങ്ങിൻ്റെ പണി പഠിച്ചോളാം. എടാ, അച്ഛതിപ്പോ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. നാളെ തന്നെ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ പോയിട്ട് വെൽഡിങ് പഠിക്കാൻ ചേരാം. അതെ, ഇങ്ങനെ കുട്ടികൾ പറഞ്ഞ് മനസ്സിലാക്കില്ല. SLC ബുക്കിന് ഒരു വിലയില്ല, വിദ്യാഭ്യാസത്തിന് ഒരു വിലയില്ല എന്നാ മനസ്സിലാക്കല്. SLC ബുക്കിനും വിദ്യാഭ്യാസത്തിനും ഒക്കെ അതിൻ്റെതായിട്ടുള്ള വില ഉണ്ട്, അറിയോ? ശരി ശരി. അതെ, ഒരു 5000 രൂപ തരികയാണെങ്കിൽ ഒറിജിനൽ SLC ബുക്ക് നമ്മൾ തരും.